എല്ലാവർക്കും നല്ല നമസ്കാരം. അതായത് നമ്മുടെ തിരുവോണ നാളിൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട ആഘോഷം? എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി അതിൻ്റെ മുന്നിൽ തൂശനിലയുടെ മുന്നിലിരുന്ന് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് ഓണം ആഘോഷിക്കുകയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. പക്ഷേ എലിഞ്ഞപ്രയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വേറിട്ട ഓണാഘോഷം നടക്കണം. ഓണത്തോടനുബന്ധിച്ച് തന്നെ കോടശ്ശേരി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോടശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഭാരവാഹികളാണ് ഇവിടെ നിൽക്കുന്നത്. ഇത് നമ്മുടെ ഈ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഗബ്രയേൽ കഴക്കൂടൻ, നിയോജകമണ്ഡലം പ്രസിഡന്റ് MP ജോൺ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ഇതിൻ്റെ പിറകിലുണ്ട്. ഇവർ ചെയ്യാൻ പോണത് നമ്മുടെ ഈ എലിഞ്ഞപ്രയിലെ വെൽഫെയർ സൊസൈറ്റിയുടെ പരിസരങ്ങൾ ക്ലീൻ ചെയ്യാണ്. തിരുവോണ നാളിൽ ഒരു ശുദ്ധീകരണ യജ്ഞമാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. എന്തായിരുന്നാലും ഇതൊരു വേറിട്ട കാഴ്ചയാണ്. തിരുവോണ നാളിൽ എല്ലാവരും വീട്ടിൽ കുത്തിരിക്കുമ്പോൾ നാടിന് വേണ്ടി സമൂഹത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കമ്മിറ്റി അംഗങ്ങൾ മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഇവർക്ക് അഭിനന്ദനങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. PJ ജോസഫ് സാറിന് ഒരു നിയോഗം ഉണ്ടായിരുന്നു പണ്ട്. മാലിന്യമില്ലാത്ത മലയാള നാട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുദ്രാവാക്യവുമായിട്ട് അദ്ദേഹം ഈ കേരളക്കരയിൽ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോഴും പാർട്ടിയുടെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ ഏർപ്പെട്ടത്. പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇതിനു മുമ്പും ഇടപെട്ടിട്ടുണ്ട്. ഒരു മൊബൈൽ ടവറിനെതിരായിട്ട് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം 2022 ഒരു തിരുവോണ നാളിൽ തന്നെ ഇത്തരം ഒരു പരിപാടികൾ സംഘടിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. എലിഞ്ഞപ്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേരള കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം. ശുചിത്വം, അത് വ്യക്തി ശുചിത്വമായാലും പരിസര ശുചിത്വമായാലും വേണ്ടത്ര ജാഗ്രത പുലർത്താത്തതിൻ്റെ പേരിൽ നാടൊട്ടിട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങൾ, പ്രയാസങ്ങൾ വളരെ ഏറെയാണ്. അപ്പം അതിനൊക്കെ ഒരു പരിമിതമായ ഒരു സഹായം തന്നെങ്കിലും അല്ലെങ്കിൽ ഒരു കൈകോർക്കൽ തന്നെങ്കിലും ഓണ ദിവസമായ ഇന്ന് ഓണത്തിനൊരു പ്രത്യേകത തന്നെ അത് ഒരുമയുടെ ഉത്സവമാണ്, ഓർമ്മയുടെ ഉത്സവമാണ്, പങ്കുവെക്കലിൻ്റെ ഉത്സവമാണ്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇന്ന് ഈ ഓണനാളിൽ ശ്രീ PJ ജോസഫ് സാറ് വിഭാവനം ചെയ്ത പോലെ മാലിന്യമുക്ത കേരളം, അത് മാലിന്യം ഇല്ലാത്ത മലയാള നാട് എന്ന ആ സംക്ഷിപ്തത്തിലേക്ക് ഞങ്ങളെല്ലാം കൈപിടിച്ചു ഉയർത്താൻ കഴിഞ്ഞ കേരള കോൺഗ്രസ് പാർട്ടിക്ക് മുഴുവൻ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ.